ഹലോ ഗൈസ്, അസ്സലാമു അലൈക്കും. എല്ലാവർക്കും നമ്മളെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പൊ ഇന്നത്തെ വീഡിയോ എന്താ നിങ്ങൾ കണ്ടോളി. എന്താണ് എവിടുന്ന് ഏറ്റിക്കൊണ്ടിരുന്നത്? ഇത് നമ്മളെ കൂട്. എവിടുന്നാണ് ഈ കൂട്? കൊടുത്തിക്കാണേ. അതായത് ഞങ്ങളെ തത്തമ്മനെ ഓൽക്ക് കൊടുത്തപ്പോ ഓൽക്ക് അങ്ങനെ കൂടടക്കാൻ കൊടുത്തു. അതെ, ഈ കൂടിന്റെ ആവശ്യം ഞങ്ങൾക്ക് ഇന്ന് വേണ്ടി വന്നു. കാരണം എന്താ, ഞങ്ങൾ കാണിച്ചു തരാം എന്താണ് സംഭവം ഉണ്ടായത് ഞങ്ങൾ പറഞ്ഞുതരാം. ഉമ്മ കയറ്റം കയറി കുഴങ്ങിയിട്ടുണ്ട്. ഇന്നും മീന റേഷൻ പിടി പോയതല്ലേ ഞങ്ങള്? എന്നിട്ട് റേഷൻ എവിടെ എവിടെ എപ്പോഴാണെന്ന്? ഇതിന്റെ അടിയിലൊക്കെ ഒരു കിലോ മത്തിക്ക് 160 റുപ്യ. അത് ഈ പാത്രം അടാ ഇന്ന് ഇതില് നിക്കാൻ പോയിക്കോ. എന്നാ മതിന് ഇതിനൊരു ഇതൊക്കെ കെട്ടണം, അല്ലെങ്കിൽ പണിയാവും. അത് ഇവരൊക്കെയാണ് ഡേഞ്ചർമാരാക്കണേ. മണ്ടക്കണ കുത്തും പൈതങ്ങള്. കുഞ്ഞുങ്ങൾ കണ്ടോട്ടെ. ഈ കാന്താരി ഉണ്ടല്ലോ, ഇതിന്റെ മുകളിൽ ഇതോ ഈ വീക്കിരിയോ? ആണോ ആണോ ജയിന് മുകളിലേക്കിരോ? കുട്ടികളൊന്നും കാട്ടില്ല. പൂച്ചനെ ഞാന് പൂച്ച കൊണ്ടുവരുന്ന സാധനം കാട്ടിത്തരാം. നമ്മള് റബ്ബറിന്റെ ഒട്ടുവരി മറ്റേ പൂച്ച കൊണ്ടെടുക്കും. ഇതാണ് നമ്മളെ ചെക്കം. സ്റ്റോറി പറഞ്ഞുതരാം. ഇതിനെങ്ങനെ കിട്ടിയെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിനെങ്ങനെ കിട്ടിയ സ്റ്റോറി പറഞ്ഞെടുത്താ. ഞാൻ അവിടെ ഇങ്ങനെ എവിടെ? മുറ്റത്ത്. അവിടെ ഉണ്ട് ആ താത്ത ഇങ്ങനെ പറയണേ, മുട്ടിയെ എന്റെ താത്തമ്മ പോയിക്കണോ, എന്റെ താത്തയാണോ അത് ചോദിച്ചു. അപ്പൊ ഞാൻ പറഞ്ഞു ചെലപ്പോ തൈക്കാരം തന്നെ ഞാൻ മണ്ടി. ഞാൻ ഇവിടെ രാവിലെ ഒരു എപ്പോഴാ ഒരു 8:30 അപ്പൊ ഉണ്ടാവും ഇന്റെ മുന്നിൽ കൂടെ പാറി. അവിടെ അവിടെ പാറി നിലത്തിരുന്നു. ഞാന് പാറിനെ നോക്കി ഇങ്ങനെ നിന്നു. അതില് പിന്നെ അനുവോ നടക്കാക്കണ് പാറിക്കണ് പറഞ്ഞു. ഞാൻ ആ നോട്ടം വെച്ച് നടക്ക. അനുവിന്റെ കാലിന്റെ ഒടിരുന്നിട്ടോ കണ്ടില്ലാന്ന്. ഞാൻ നല്ല തപ്പലായിക്കൂടെ, ഞാൻ കണ്ടില്ലേ നിലത്ത് നിന്നിരുന്നു കാണി. എന്നിട്ട് ബാക്കി പറ. എന്നിട്ട് പിന്നെ അവിടുന്ന് പാറിയാണ്ട് അപ്പുറത്ത് വേറെ മരത്തമ്മ ചെന്നിരുന്നു. എനിക്ക് കയ്യില്ലല്ലോ, ഞാൻ എന്റെ 3 പേരിലോട് പിടിച്ചാൻ നോക്കി, കിട്ടിയില്ല. എന്നിട്ട് എന്താ വെച്ച് കഴിഞ്ഞാല് താഴെ പോയി നിന്ന്. എന്നിട്ട് ഇവനക്ക് കയ്യിനല്ലോ, മരത്തമ്മ കയറാൻ കഴിക്കൂല. എന്നിട്ട് ഞാൻ പോയി മരത്തമ്മ കേറി, എന്നിട്ടും കിട്ടണില്ല. എന്നിട്ട് അവിടുന്ന് കോലുകൊണ്ടൊക്കെ ആട്ടി അത് നിലത്തേക്ക് ആടി നിലത്തുനിന്ന് എടുത്ത് കൊണ്ടുവന്ന്. പക്ഷെ വേറൊരു പ്രശ്നം എന്താ വെച്ച് കഴിഞ്ഞാല് ഇതിനെന്തറിയോ, ഒന്നാമത് ഇത് വളർത്തണ തത്തേന്. കാരണം പറഞ്ഞു കഴിഞ്ഞാൽ ഇത് കണ്ടോ നിങ്ങള്, കാലുമ്മ റിങ് ഉണ്ട്. ഞങ്ങളെ നാട്ടിൽ താഴ്ത്തോ എന്നാണ് തോന്നുന്നത്. കാരണം ഇത് എന്തോ വെയ്യായ്മ ഉണ്ടായിന്. അതായത് ആട്ടിയിട്ടൊന്നും ഇതാവണില്ല. ഒന്നെങ്കിൽ പെട്ടെന്ന് ഏതെങ്കിലും വളർത്തുന്നിടത്തൊന്ന് കൂട്ടുന്ന പാറി പോന്നാക്കിയാലോ. ആദ്യം പായം പിന്നെ മിക്സിയിൽ അരച്ച് സിറിഞ്ചില് വലിച്ചു കയറ്റി അതിന് എണ്ണാക്കി കാക്കി പള്ളർച്ചു. അത് കഴിഞ്ഞ് ചോറ് അരച്ച് അതും കൊടുത്തു. അല്ല ഇപ്പൊ പിടിച്ചപ്പോഴാട്ടോ ഇത്ര വലിയൊരു ആരോഗ്യം. മറ്റേ ഇതും ഇല്ല. ഇത് എന്ത് സംഭവം, ഇത് ഏത് തത്തയാണെന്ന് അറിയില്ല കേട്ടോ. ഈർച്ചിട്ടല്ലേ ഇത് സംഭവം പറഞ്ഞ. ഒന്നാമത് ഇത് കൊത്തുപിടിക്കുന്നുണ്ട്. ബാക്കിയില് എന്ത് കാക്കിച്ചാൾ എന്തൊക്കെ കൊത്തുരുട്ട്. അതിന്റെ മൂക്കിന്റെ അവിടെ ചെറിയൊരു മുറിയൊക്കെ ഉണ്ട്. എങ്ങനെ കാലുമേല നമ്മളെ പെരിക്ക് വന്നത് തെളിവടക്കം ഉണ്ടെന്നുണ്ടെങ്കിൽ നമ്മള് തരുന്നതാണ്. നമ്മളിതിന് ഹോസ്പിറ്റലിലൊക്കെ കൊണ്ടുപോകാൻ വേണ്ടി നിന്നാണ്. അതായത് അപ്പൊ കൊണ്ടുവന്നപ്പോ തീരെ വെച്ചാ രാവിലെ കൊണ്ടുവന്നപ്പോ. പക്ഷെ ഇപ്പൊ തിന്നിട്ട് പള്ളിയിലൊന്നും ഇല്ലാത്തതുകൊണ്ടാണ് തോന്നുന്നത്. അല്ല ഇപ്പൊ കുഴപ്പമില്ല. കണ്ടോ അതിന്റെ റിങ് കാട്ടിത്തരാം. കണ്ടോ അതിന്റെ കാൽമ റിങ് ഉണ്ട്. ആരോ വളർത്തണ തത്തേണ്. അതാ റിങ് കണ്ടപ്പോഴാണ് മനസ്സിലായത്. തെളിവടക്കം ഉണ്ടെന്നുണ്ടെങ്കിൽ കോണ്ടാക്ട് തല വെള്ള, ചുണ്ട് വെള്ള, ബോഡി വെള്ള, ചെറുക മാത്രം പച്ച, വാല് വേറെ കളറും. സത്യമെന്ന് മനസ്സിലാവില്ല. തെളിവ് സഹിതം വന്നോളി കൊണ്ടേക്കോളി. നമുക്ക് ഒരു കുഴപ്പമില്ല. കാരണം നമ്മളെ അടുത്ത് കിട്ടിയോണ്ട് കഴിച്ചില്ലേ. കണ്ടോ ഇവിടെ മൂക്കിന്റെ അവിടെ കണ്ടോ ഗൈസ്, കണ്ണിന്റെ ഒക്കെ അവിടെ ഇട്ട് ചെറിയൊരു ചോരന്റെ കൊത്തുണ്ട്. ചോര ഇതിന് തിന്നാൻ കൊടുത്തു. വേറെ ആരെയും കച്ചി കിട്ടിയാനിപ്പോ അങ്ങനെ തിന്നാൻ കിട്ടിയപ്പോ അത് അറിയില്ല. ഇപ്പൊ കുറച്ചേരം ഉഷാർ വെച്ചാണ്. ഞങ്ങള് രാവിലെ കുറച്ചു ഹോസ്പിറ്റലിലൊക്കെ കൊണ്ടുപോകണം എന്നൊക്കെ വിചാരിച്ചാണ്. അപ്പൊ ഇതിനിപ്പോ തിന്നാൻ കൊടുത്തിട്ട് ഇപ്പൊ ഉഷാറായിക്കണ ആള്. വടിയൊക്കെ ഉണ്ട് ഇനിയില്ലേ ഇതിന്, ഒരു മുളവടിയൊക്കെ ഉണ്ട്. എനിക്ക് തോന്നുന്നു ഇതൊന്ന് ഉഷാറായി കഴിഞ്ഞാല് നല്ല അടിപൊളിയായിരുന്നു. ആരോ വളർത്തുന്നുണ്ട്. അതിന്റെ കാലുണ്ടോ ഗൈസ്, കാലുമത്തെ റിങ്. ഒരു വടി ചോക്കി വെക്കണേ.
ഒരു മുളകടി എന്തെങ്കിലും വെട്ടിങ്ങാണ്ടേ പാകത്തിനാക്കി കൊടുക്കുക നൈമ നിന്നോളൂ. പേരക്കന് കൊമ്പ് വേണം. ആ പേരക്കന്നെ മുമ്പ് ഇട്ടണല്ലേ. ഉമ്മ എന്താ പറയാല്ലേ, തത്തനെ കണ്ടിട്ട് എന്താ പറയാല്ലേ? കത്താൻ ഉഷാറാണ്. പണ്ട് ഇവിടെ തൊഴിലാഞ്ഞിട്ട് ഒഴിവാക്കിയത്. നേരെ ഞങ്ങളെ കുടുംബക്കാര് താത്ത കൊടുക്കും. നേരെ തൊള്ളൊക്കെ അതിന് ഒഴിവില്ല. മനുഷ്യനൊന്ന് കടക്കേരിക്കതായി ഒന്നനെ രാഘവ പാകല വ്യത്യാസമല്ല അതിന് ഈറച്ചിട്ട് കൊടുത്താണ് അതിന്. സംഭവം എന്താ അറിയോ, ഞാൻ ഇവിടെയാണ് കിടക്കണേ. ഇന്നെ അറിയില്ലേ, അതായത് ഞാൻ ഇതിന്റെ നേരെ അപ്പുറത്തെ ഞാൻ കിടക്കണേ. അതിനെ ഇവിടെ വെക്കല്. ഞാൻ ഉറങ്ങാൻ തന്നില്ല. രാവിലെ നീച്ചു കഴിഞ്ഞാൽ പിരി ഞാൻ തന്നെ പഠിപ്പിച്ചു കൊടുത്തത്. ചൂളം പിടിച്ചാണ് ഇതിനൊക്കെ ഞാൻ തന്നെ പഠിപ്പിച്ചു കൊടുത്തത്. അവസാനം ഞാനോട് കുടുങ്ങി. ഞാൻ കൊണ്ടുവന്നു ഒക്കെ ഏതായാലും, പക്ഷെ കുടുങ്ങി അതിനെ കൊണ്ട് പിരി സംഭവം രസമുണ്ട്. അത് പോയി കഴിഞ്ഞപ്പോ നല്ല മിസ്സായി അതിന്റെ സൗണ്ട് ഇല്ലേ അമ്മ. അത് പോയി കഴിഞ്ഞതിന് ശേഷം ഒരു എന്തൊക്കെയോ പോലെ ദിവസം നോക്കുമ്പോ ഒന്നിറങ്ങിയിട്ടൊക്കെ നോക്കുമ്പോ ഒച്ചപ്പാടായിട്ട് നോക്കുമ്പോ ഉണ്ടാവും അതിമ്പോ കേറിക്കണു. പൂച്ചാളെ കൂടിന്റെ മോള് കയറി നിൽക്കും അതിനെ പിടിച്ചാൻ വേണ്ടിട്ട്. അങ്ങനെയൊക്കെയാണ്. പക്ഷെ രസാണ്. ഞങ്ങള് താത്താക്ക് കൊടുത്തു. പിന്നെ ആര് ചോട്ടെ അതെവിടെ തത്തമ്മ നോക്കി ഉറങ്ങാണതോ ക്ഷീണം കൊണ്ട് എന്താണെന്ന് അറിയില്ല. അതാണ് ഞങ്ങള് ആ മരത്തമ്മ നിലത്തേക്ക് കൊയിഞ്ഞാടിയപ്പോ തന്നെ ഞങ്ങക്ക് മനസ്സിലായി. കാരണം നല്ല പാറ നല്ലൊരു തത്തമ്മയാണെന്നുണ്ടെങ്കിൽ അങ്ങനെ കൊയിഞ്ഞാടിയാണ് അങ്ങനെ ഒന്നും വന്ന് ഇരിക്കൂല. പാറാൻ വെയ്ക്കണ അങ്ങനത്തെ ഒരു കോക്കയാണെന്ന് ഞങ്ങള് വിട്ടീന്. പക്ഷെ ഇതിന് വിടാൻ പറ്റൂല. വെള്ളം കുടിച്ചിക്കണോന്നൊന്നും വെള്ളം കിട്ടായിട്ടേ ഫുൾ തെളിവും കൊണ്ടാണെങ്കിലൊക്കെ വരികയാണെന്നുണ്ടെങ്കിൽ നമ്മളെ നാട്ടിൽ തന്നെയാണ് എന്തായാലും. അല്ലാതെ കുറെ ലോന്ന് എന്തായാലും ഇങ്ങോട്ട് എത്തൂലല്ലോ. തെളിവും കൊണ്ട് ഇങ്ങോട്ട് വരികയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ കൊണ്ടേക്കോളി, നമുക്ക് കുഴപ്പമൊന്നുമില്ല. കാരണം അതിമ കാലും മറിങ്ങൊക്കെ ഉണ്ട്. എന്തായാലും വളർത്തുന്ന സാധനം തന്നെയാണ്. തെളിവ് സഹിതം കൊണ്ടുവരാണെന്നുണ്ടെങ്കിൽ കൊണ്ടേക്കോളി, നമുക്ക് കുഴപ്പമൊന്നുമില്ല. ഇനി എല്ലാം നിങ്ങൾക്ക് നോക്കാം. ഇതാണെന്നുണ്ടെങ്കിൽ കുഴപ്പമില്ല, നമ്മൾ നോക്കിക്കൊണ്ട്. ഈ പാത്തൂനൊന്ന് കാട്ടി കൊടുത്ത എന്താ ഇക്കാരം നോക്കാം നമ്മള്. എടുത്താ തെറ്റോ മെച്ചി നോക്കട്ടെ. താറ്റ കുട്ടി മെച്ചി കാട്ടി ബാ ചുണ്ടേരിയാണ്. ചുണ്ടിപ്പൊന്നി ചുണ്ടേരി അതൊക്കെ ഉണ്ടായിന്. പക്ഷെ ഇത് വേറൊരു തത്തമ്മ. ഇതിന്റെ ഐസ് നിങ്ങൾ തന്നെ നോക്കിട്ടോ. എന്തത് വെള്ള കളറോ? പറയുമ്പോഴാണ് എന്ത് നമ്മളെ യൂട്യൂബ് കണ്ടോ അതിനെ കണ്ടോ? കണ്ടുട്ടടാ. അതാ ആരാണ് ചോദിച്ചു. ആരാണ് എന്താണ് കേട്ടോ? കണ്ടാ മതി. തൊടൂലട്ടാ, കടിച്ചോളൂ, കൊത്തോളൂ, ചുണ്ടിന് കടിച്ചോളൂ. നേരെ നിക്കോ. എന്തേലും കമ്പിട്ടാണ് ലോക്ക് ആക്കേണ്ടി വരും. പിന്നെ എന്തേലും വെച്ചാണ് ലോക്ക് ആക്കേണ്ടി വരും. അത്ര മേലെ കേറൂലടാ. അപ്പൊ ഇതിന്റെ പെരടിയൊക്കെ മുട്ടൂലായ്മ ആക്കെ കേറും. തത്തമ്മേണത്. വെള്ളം കുടിച്ചാൻ വെക്കും ഞാൻ. വെള്ളം കുടിച്ചോ തട്ടുമ്പോ കുട്ടിയേ. വെള്ളം കുടിച്ചോ. ഇത് വേണം. ഇതെന്തിനാ അടിക്കോട്ടെ. അത് നിന്നോട്ടെ. ഞാനേ മറ്റേ തത്തമ്മക്കേ കാടോ കുറച്ച് മറ്റേ തത്തമ്മ ഇങ്ങനെ വെച്ചതുണ്ട്. അവിടെ വെച്ചതാ. ആവശ്യം ഉണ്ടാവും എന്തിനേലും. പൂച്ച ആകെ കണ്ടിക്കണ അതിനെ പേടിച്ചിട്ട്. തോണ്ടി നോക്ക്. തോണ്ടിയൊക്കെ മണ്ടക അതൊന്നെ കുട്ടിയാണ്. അത് തിന്നാൻ ചാൻസ് ഉണ്ടാവില്ല. ഈ കൊക്കമ്മ കളിച്ചാ ഇങ്ങനെ വന്നോളും. അങ്ങനെ കജ്ജി വെച്ചാൽ അപ്പൊ ഇങ്ങനെ വന്നുകാടെ വന്നോളും. അടിയിൽ ഷീറ്റ് ആ ഗ്യാപ്പിന്റെ ഉള്ളിൽ കാലുടുങ്ങാണതേ. പണി തീരെപ്പാ എന്താ കാട്ടിന്. ഇതന്നെ അതിന്റെ കൊമ്പാണതേ. ഇരിക്കാണ് കൊമ്പേ. ഒറ്റക്ക് ഉത്തരുന്നോളൂ. ഓനായിട്ട് ഉത്തരുന്നോളൂ. അതിന്റെ ഉള്ളിൽ അതിന്റെ കാല് പോണ്ടില്ലേ. അതാണ് പറഞ്ഞത്. അടിയിൽ എന്തെങ്കിലും ഷീറ്റ് എന്തെങ്കിലും വിരിച്ചു കൊടുക്കേണ്ടി വരും. തോണ്ടിച്ചാ കാണാ. പെണ്ണിനെ താറ്റല്ലടാ. പെണ്ണിനെ നടക്കാൻ വയ്ക്കണല്ലോ അതിന്റെ ഉള്ളിൽ കാല്. പെണ്ണുങ്ങളെ അതാണ്
അതിനേ ഞാൻ പറഞ്ഞേ ഈ കൊള്ളി ഈ താഴേക്ക് വെച്ചോടുത്താ അല്ല അങ്ങനെ അതിനായിട്ട് ഇവിടെ ഇരുന്നാണിതേ എടാ അത്ര മേൽക്കും കേറാൻ ആയിക്കോട്ടെ അല്ല അതിന്റെ വാല് കേടരുമ്പ അടിയിൽ വെച്ച് എന്നാ ഇതിരുന്ന് വെള്ളമൊക്കെ കുടിച്ചോളൂ ഇതിന്റെ എത്തുക്കൾ വെച്ചോടുത്താലേ ഇതുമ്മ കേറിന്നാലേ. ഗൈസ് നിങ്ങൾ വിചാരിക്കണ്ടാവും ഈ പൂച്ച ഇതിനെ കടിച്ചു കൊല്ലോ, പൂച്ചന്റെ അടുത്ത് അങ്ങനെ വെക്കാൻ പാടില്ല എന്നൊക്കെ നിങ്ങൾ പറയുന്നുണ്ടാവും. പക്ഷെ ഇത് പറഞ്ഞു കഴിഞ്ഞാൽ അതിനുള്ള അന്തമൊന്നും ഇല്ലാത്തൊരു പൂച്ചയാണ്. കാരണം പറഞ്ഞു കഴിഞ്ഞാൽ നേരെ നിൽക്കാനുള്ള ജീവമില്ലാത്തൊരു പൂച്ചയാണ്. അങ്ങനെ വന്നൊരു പൂച്ചയാണിത്. അതിന്റെ അടുത്ത് വെച്ച് കഴിഞ്ഞാലും അങ്ങനെ ഒന്നും അധികം കാട്ടൂല. കാരണം അതുകൊണ്ടാണ് ഇപ്പൊ അതിന്റെ അടുത്ത് നിർത്തിയിരിക്കണത്. കണ്ടോ, അതിനെ കണ്ട് പേടിച്ചു മെല്ലെ ഇങ്ങനെ തോണ്ടി വെക്കുന്നല്ലാതെ. കെട്ടി തൂക്ക അതിന്റെ തൂക്കാണ് ഓ വേണ്ട, ശരിയാവില്ല. നമ്മളെ തത്തമ്മനെ നമ്മളിവിടെ മുകളിൽ ഇരുത്തിക്കണ്. കൂടുതൽ ചെറിയൊരു ബെൻഡ് ഉണ്ടോ, വളവ്. ആ ഗ്യാപ്പിന്റെ ഉള്ളിൽ കുടുങ്ങണത് അതിനൊക്കെ തൊട്ടതാച്ചല്ലേ പോയി കജ്ജി കുറച്ചൊരു തടിയില്ല മൈക്കില്ലേ. അടിയോ ഫ്രണ്ട് നോക്ക്. ബാബാ സോപ്പിട്ട് മൂക്കത്ത് കൂടെ ഒക്കെ വെച്ച് കൊമ്പും വരുന്നു ഗൈസ്, കൊമ്പും വരുന്നു കേട്ടോ. ഒറ്റക്ക് കയറിയിരിക്കണം. അതാ ഇരുന്നോട്ടെ ഇനി. ഉറങ്ങിക്കോ. അല്ല എനിക്ക് എന്തത് ഉറങ്ങാണതോ ഉറങ്ങന്നെയാണ് തോന്നുന്നുണ്ട്. കണ്ണ കടച്ചുകൊണ്ട് രണ്ട് കണ്ണുണ്ട്. അത് ചാളിയൊക്കെ ആയിട്ടേ എന്തേലും ഇട്ട് ആട്ടിയതാക്കിയേ. നമ്മള് മറ്റേ പച്ചയും ചുമപ്പിനും ഒക്കൂല, ചുണ്ട് ചുമപ്പും. ഇത് വേറെ ടൈപ്പ് അല്ലേ. ആരെയും കോളുകാരുണ്ടെങ്കിൽ കൊണ്ടുപോയിക്കോ. പൊന്നാരെ പാവം കാണാൻ വെച്ചു പൊന്നുകള് പുറ്റിട്ടാ നമുക്ക് കുഞ്ഞുങ്ങളാണ്. നല്ല ഉറക്കത്തിലാട്ടോ വെക്കാം. രാവിലെ തന്നെ നിന്നപ്പോ നല്ല, അതായത് തീരെ വെജാത്തൊരു മൈക്കാണ്. എനിക്ക് തോന്നുന്നു പൈച്ചിട്ടാക്കിയതെന്ന് തോന്നുന്നു. എന്തൊക്കെ കാക്കിച്ചാൾ എന്തെങ്കിലുമൊക്കെ കൊത്തിയാണ്ട് ആട്ടിയിട്ട് അങ്ങനെ ഒന്ന് പെട്ടതാക്കിയാലോ. കാരണം വളർത്തുന്നിടത്തുനിന്ന് കൂട്ടുന്ന് പാറി പോവുകയും ചെയ്ത് കാണും. പിന്നെ കാക്കിച്ചാൾ കൊത്തി ആട്ടിയും ചെയ്തിട്ട് തിന്നാന്നും കിട്ടി കാണും. അതാക്കിയാലോ. എന്തായാലും ഇപ്പൊ ഇവിടെ സേഫ് ആണ് ആള്. അവിടെ ഉണ്ട്, ഉറങ്ങുന്നുണ്ട്. എന്തായാലും ഉറങ്ങിക്കോട്ടെ, ഇനി ഡിസ്റ്റർബ് ചെയ്യണ്ട. അതെ ഗൈസ്. അപ്പൊ ഗൈസ് ഇന്നത്തെ വീഡിയോ നമ്മൾ ഇവിടെ വെച്ചാണ് വൈൻഡപ്പ് ആക്കാണ്. അപ്പൊ നെക്സ്റ്റ് വീഡിയോ ആയിട്ട് കാണാം. അതുവരെ എല്ലാവർക്കും ബൈ ഗൈസ്. പോവല്ലേ? ഓക്കെ, എന്നാ അസ്സലാമലൈക്കും. അടുത്ത വീഡിയോ കാണാം. പൂച്ചപ്പൂടിയെ അടുത്ത വീഡിയോ കാണാം ഗൈസ്. അടുത്ത വീഡിയോ കാണാം ഗൈസ്.